നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രേക്ക് തകരാറിനെ തുടർന്ന് അബുദാബി കോഴിക്കോട് എയർ ഇന്ത്യ എക്സ്പ്രസ് റൺവേയിൽ കിടന്നത് 1 മണിക്കൂറോളം. ഇന്നലെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിനായിരുന്നു സാങ്കേതിക തകരാർ നേരിട്ടത്. തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റുകയായിരുന്നു. സർവീസ് സമയം മാറ്റിയതോടെ ഇതേ വിമാനത്തിൽ മറ്റ് സെക്ടറുകളിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്നവരുടെ യാത്ര മുടങ്ങി. പിന്നീട് യാത്ര ഇന്ന് പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിപ്പ് നൽകുകയായിരുന്നു. മില്യനെയർ ഈഡ്രോ സീരീസിൽ വിജയിയായി പ്രവാസി മലയാളിയായ അബ്ദുള്ള സുലൈമാനാണ് വിജയ്. 6 മാസമായി സൗദി അറേബ്യയിലാണ് അബ്ദുള്ള. അതിനു മുൻപ് 10 വർഷത്തോളം UAE ജീവിച്ചു. ഒറ്റയ്ക്ക് വാങ്ങിയ ടിക്കറ്റിലാണ് അബ്ദുള്ളയ്ക്ക് സമ്മാനം നേടാനായത്. നിലവിലുള്ള കടങ്ങൾ വീട്ടി ബാക്കി തുക കുടുംബത്തിനായി ചെലവഴിക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതി. UAE ആദ്യത്തെ പറക്കം ടാക്സി സ്റ്റേഷന് പേരിട്ടു. ദുബായ് അന്താരാഷ്ട്ര വെർട്ടിപോർട്ട് അഥവാ DXV എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ദുബായ് വിമാനത്താവളത്തോട് ചേർന്നുള്ള സ്റ്റേഷനായിരിക്കും DXV. സ്റ്റേഷന്റെ സാങ്കേതിക രൂപകൽപ്പനയ്ക്ക് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പേര് പുറത്തുവിട്ടത്. രൂപരേഖ, പരിസ്ഥിതി, റെസ്ക്യൂ, അഗ്നിശമന സേവനങ്ങൾ എന്നിങ്ങനെ ഒട്ടേറെ ഘടകങ്ങൾ അടിസ്ഥാനമാക്കിയാണ് സാങ്കേതിക രൂപകൽപ്പന അംഗീകരിച്ചത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ വാർഷിക ദിനത്തിൽ 300-ലധികം തടവുകാർക്ക് മോചനം നൽകി രാജകീയ ഉത്തരവ്. വിവിധ കേസുകളിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സ്വദേശികളും പ്രവാസികളും ഉൾപ്പെടെ മോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ തെറ്റിയാൽ അപകടമുണ്ടാകുമെന്ന് ഓർമ്മിപ്പിച്ച് അബുദാബി പോലീസ്. 3 അപകടങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ ജാഗ്രത വേണമെന്നും മൊബൈൽ ഉൾപ്പെടെയുള്ളവയുടെ ഉപയോഗം അരുതെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ വേണമെന്നും അവിചാരിതമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങൾ മുന്നിൽ കാണണമെന്നും പോലീസ് വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ മരിച്ചു. കൊല്ലം ഓച്ചിറ തെക്കേ കൊച്ചുമുറി നിസാറുദ്ദീനാണ് സുഹാറിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. 58 വയസ്സായിരുന്നു. ഒമാനിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ അൽ താഹയിൽ ഗ്രൂപ്പിന്റെ സുഹാർ ഡിവിഷനിലാണ് ജോലി ചെയ്തിരുന്നത്. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ജിദ്ദ തുറമുഖത്ത് വൻ ലഹരിമരുന്ന് വേട്ട. തുറമുഖം വഴി കടത്താൻ ശ്രമിച്ച 19.5 ലക്ഷം ലഹരിമരുന്ന് ഗുളികൾ സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാർക്കോട്ടിക്സ് കൺട്രോൾ അധികൃതർ പിടിച്ചെടുത്തു. ജിദ്ദയിൽ ലഹരിമരുന്ന് ശേഖരം സ്വീകരിക്കാനിരുന്ന സിറിയക്കാരനെയും അറസ്റ്റ് ചെയ്തു. സൗദിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വലിയ മയക്കുമരുന്ന് വേട്ടയാണിത്. തുറമുഖത്തിറക്കിയ ഫർണിച്ചറുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരിമരുന്നുകൾ കണ്ടെത്തിയത്. സൗദി അറേബ്യയിലെ മിക്ക പ്രദേശങ്ങളിലും നാളെ വരെ നേരിയതോ മിതമായ തോതിലോ കനത്തതോ ആയ മഴ അനുഭവപ്പെടുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ്, മദീന, മക്ക, ഹൈൽ, അൽ ഖസീം, റിയാദ്, കിഴക്കൻ പ്രവിശ്യ, അൽ ബഹ, അസീർ, ജിസാൻ എന്നീ പ്രദേശങ്ങളെ ബാധിക്കുന്ന കനത്ത മഴ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അന്തരിച്ച ഇസ്ലാമിക പണ്ഡിതനും ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് അനുകൂലിയുമായ ഡോക്ടർ യൂസഫുൽ ഖർദാവിയുടെ മകൻ അബ്ദുൾ റഹ്മാൻ അൽ ഖർദാവിയെ UAE കസ്റ്റഡിയിലെടുത്തു. ലെബനൻ അധികൃതർ പുറപ്പെടുവിച്ച താൽക്കാലിക അറസ്റ്റ് വാറണ്ടിനെ തുടർന്നാണ് ഇവിടെ വെച്ച് UAE സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. പൊതുസുരക്ഷ ഇളക്കിവിടാനും രാജ്യത്തെ ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന കുറ്റത്തിനാണ് അറസ്റ്റെന്ന് UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാം അറിയിച്ചു. രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായി UAE വിവാഹപ്രായം 21 നിന്ന് 18 കുറച്ചു. പ്രവാസികൾക്കും നിയമം ബാധകമാണെന്ന് പുതിയ വ്യക്തിഗത സ്റ്റേറ്റ്സ് നിയമത്തിൽ വ്യക്തമാക്കി. മാതാപിതാക്കളുടെ സംരക്ഷണത്തെക്കുറിച്ചും നിയമത്തിൽ പരാമർശമുണ്ട്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.